നമസ്കാരം. തൃശൂരിലെ കള്ളവോട്ട് വിവാദത്തിൽ ഒടുവിൽ മൗനം വെടിഞ്ഞ് സുരേഷ് ഗോപി രംഗത്ത് വന്നിട്ടുണ്ട്. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നാണ് കേന്ദ്രമന്ത്രിയുടെ ഉത്തരം. എനിക്കൊന്നും അറിയില്ല, എന്നോടൊന്നും ചോദിക്കേണ്ട, ഞാൻ ജയിച്ചു മന്ത്രിയായി, അതായത് മാർഗം എന്തായാലും ഞാൻ ലക്ഷ്യം കണ്ടു എന്ന് സാരം. അതിപ്പോ കിണ്ണം കട്ടിട്ട് തക്കാൻ പാകത്തിന് അത് വെച്ചത് കൊണ്ടല്ലേ ഞാൻ കട്ടതെന്ന് ചോദിക്കുന്ന കള്ളന്റെ ന്യായം പോലെ ആയിപ്പോയി. ചോദിക്കേണ്ടവർ ഇലക്ഷൻ കമ്മീഷനോട് പോയി ചോദിച്ചാൽ മതി എന്നുള്ള സിനിമാ സ്റ്റൈൽ ഡയലോഗും കാച്ചിയിട്ടുണ്ട് സുരേഷ് ഗോപി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണത്തിൽ മൗനം വെടിഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മറുപടി പറയേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും താൻ മന്ത്രിയാണെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. തൃശൂരിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ മാലയിട്ട ശേഷമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഉന്നയിച്ച വിഷയങ്ങൾക്ക് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ മറുപടി പറയുമെന്നും താൻ മന്ത്രിയാണ്, അതുകൊണ്ട് മറുപടി പറയില്ല എന്നുമാണ് സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. താൻ തന്റെ ഉത്തരവാദിത്തം സംരക്ഷിക്കുമെന്നും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചോളൂ എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ഇതിനിടെ തൃശൂരിലെ വ്യാജ വോട്ട് വിവാദത്തിൽ ഇത്തരം വോട്ടുകളുള്ള ബൂത്തുകളിലെ BLOമാരുടെ രാഷ്ട്രീയം അന്വേഷിക്കുകയാണ് LDF. മിക്കയിടങ്ങളിലും BLOമാർ BJP അനുകൂല രാഷ്ട്രീയമുള്ളവരാണെന്ന് കണ്ടെത്തിയെന്നാണ് നേതാക്കൾ പറയുന്നത്. ഇവരെ തിരഞ്ഞെടുത്തത് മുതൽ വ്യാജ വോട്ട് ചേർത്തതുവരെ തിരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ അറിവോടെയാണെന്ന ആരോപണവും ഇതിനിടെ ഉയരുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂർ കളക്ടറായിരുന്ന VR കൃഷ്ണതേജ വ്യാജ വോട്ടിനായി ഇടപെട്ടെന്ന് CPI പരസ്യമായി ആരോപിച്ചു. ശനിയാഴ്ച CPI തൃശൂരിൽ സംഘടിപ്പിച്ച ജനാധിപത്യ സംരക്ഷണ സദസ്സിലാണ് നേതാക്കൾ ആരോപണം ഉന്നയിച്ചത്. ഇതിന് പ്രത്യുപകാരമായാണ് കൃഷ്ണതേജയ്ക്ക് BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് പ്രത്യേക ചുമതലയിൽ നിയമനം കിട്ടിയതെന്നും കുറ്റപ്പെടുത്തി. വ്യാജ വോട്ടിനെ പറ്റി പരാതി നൽകിയിട്ടും മറുപടി നൽകാതെ തിരഞ്ഞെടുപ്പ് വരെ കൃഷ്ണതേജ നീട്ടിക്കൊണ്ടുപോയതായി UDFന്റെ തിരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചിരുന്ന TN പ്രതാപൻ പറഞ്ഞു. ഫോണിലൂടെയാണ് മറുപടി നൽകിയത്. മറുപടി രേഖാമൂലം കിട്ടിയിരുന്നെങ്കിൽ അപ്പീൽ നൽകാൻ സാധിക്കുമായിരുന്നു. വ്യാജ വോട്ടിൽ കൃഷ്ണതേജയുടെ പങ്ക് വ്യക്തമാണെന്നും അദ്ദേഹം ആരോപിച്ചു. വ്യാജ വോട്ട് ചേർത്ത ബൂത്തുകളിലെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പങ്ക് അന്വേഷിക്കണമെന്ന് LDFും UDFും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിച്ച ആരോപണങ്ങളിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് മറുപടി നൽകിയേക്കുമെന്നാണ് കരുതുന്നത്. വൈകിട്ട് 3 മണിക്ക് കമ്മീഷൻ ഡൽഹിയിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തൃശൂർ ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞിട്ട് കട്ടെടുക്കുമെന്ന് ആരും പ്രതീക്ഷിക്കാതിരുന്ന ഒരു നേരത്ത് ഒരു ജില്ല മൊത്തത്തിൽ കട്ടെടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ആരും. കണക്കുകൾ തെളിവുകൾ സഹിതം പുറത്തുവിട്ടിട്ടും ഇലക്ഷൻ കമ്മീഷന്റെ തലയിൽ കുറ്റം കെട്ടിവെച്ചുകൊണ്ട് പൊടി തപ്പി പോകാനുള്ള രാഷ്ട്രീയക്കാരന്റെ സഹജ സ്വഭാവം തൊലിക്കെട്ടി രണ്ടിനും കൈയടിക്കുകയല്ലാതെ വേറെ രക്ഷയില്ല പൊതുജനത്തിന്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച